ഇരിക്കുന്നത് എസ് ബി ബാങ്ക് ഭാരത് സ്റ്റേറ്റ് ബാങ്കിന്റെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. അതായത് ഏതെടുത്താലും 150 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മെട്രോ ബിഗ് മസാൽ ബസാർ. ഓക്കെ, അപ്പോ നിങ്ങൾ ഏതെടുത്താലും 150 രൂപ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വാ. ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ പള്ളുരുത്തിയിൽ SBI ബാങ്കിന്റെ കീഴിലുള്ള ഏതെടുത്താലും 150 രൂപ എന്നുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ഇതൊക്കെയാണ് ഐറ്റംസ് ഒക്കെ. ഇങ്ങനെ കാണിക്കേ, അടാ നല്ല നല്ല എൻ്റെ ചില്ല് ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ എല്ലാം ഏതെടുത്താലും 150 രൂപ ആ റേഞ്ചിലുള്ളതാണ്. ചെറിയ ഇതേപോലത്തെ എല്ലാം ഗ്ലാസിൻ്റെയാണ്. ഗ്ലാസ് ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നത്. അല്ല അടാ ഈ ഐസ്ക്രീംസ് ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ്, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ ടൈപ്പ് അല്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കയറി വരുമ്പോൾ ഇതേ കാണാതെ നല്ല നല്ല പ്ലേറ്റ്. ഇത് മറ്റേ ഫൈബർ പ്ലേറ്റ് ആണ്. ഫൈബർ പ്ലേറ്റ് നല്ല റോസപ്പൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കണ അടിപൊളിയായിട്ടുള്ള റോസപ്പൂ, വിരിഞ്ഞതും വിരിയാത്തതായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള. പിന്നെ ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ ജഗ് കണ്ട, നോക്കേ, ജഗ്ഗൊക്കെ കണ്ട ഫ്ലാസ്ക് പോലത്തെ ടൈപ്പ്. അതൊക്കെ എല്ലാം ഈ ഭയങ്കര വിലക്കുറവായിട്ടാണ് ഇവിടെ വയ്ക്കുന്നത്. പിന്നെ അതേപോലെ നടയിലൊക്കെ തൂക്കാൻ പറ്റിയ, നടയിലല്ല ഇങ്ങനെ വാളിൽ തൂക്കാൻ പറ്റിയ ടൈപ്പ്, മറ്റേ കൃഷ്ണന്റെ രാധ അങ്ങനെയുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ അടിപൊളി. പിന്നെ അത് മാത്രമല്ല, നോക്കി ഇപ്പുറത്തേക്ക് കാണിക്കാം. നമ്മളെ ഈ കിച്ചൺ ടൂൾസ് ഐറ്റംസ് ഒക്കെ അത് വേറെ ഉണ്ട്. നോക്കി, മറ്റേ കിച്ചണിന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന നോക്കിയിരിക്കൊക്കെ മണ്ണ് കിളക്കാൻ വേണ്ടി. അതേപോലെ വേണ്ട കുലശ്ശേരി പോലത്തെ സംഭവം, മണ്ണ് ഇങ്ങനെ കിളച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കോരിയൊക്കെ എടുത്ത് മാറ്റൂലേ. ഇതെല്ലാം ഈ ഒരു റേറ്റ് ആണ് എല്ലാത്തിനും. 150 രൂപ ഏതെടുത്താലും 150 രൂപ ഉള്ളൂ. 150 രൂപ. പിന്നെ അതേ ഇതെന്താ എന്നൊന്ന് ഇത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കെട്ടിയേണ്ട തല കെട്ടടിക്കാൻ വേണ്ടിയുള്ള സാധനമൊന്നും. ഇതൊക്കെ എന്തോ സംഭവം, അത് മറ്റെന്തോ സംഭവം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ചുറ്റിക, ഹാമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലത്തേക്കുള്ള അത്യാവശ്യം ചെടി സംബന്ധം മാത്രമായിട്ടല്ല, നമ്മുടെ വീട്ടിലത്തൊക്കെ എല്ലാം ചെറിയൊരു ആണി അടിക്കണമെങ്കിലുള്ള എല്ലാ ഐറ്റംസ് അതങ്ങനെ. പിന്നെ അതെ ഓയിൽ പമ്പ്, അതായത് നമ്മൾ എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പമ്പാണ് കാണുന്നത്. ഓയിൽ പമ്പ് വലിയ ക്യാൻ്റെ അകത്തുനിന്ന് പകർത്തിയെടുക്കൂലേ. പിന്നെ അതേപോലെ നമ്മുടെ ആ തിണ്ണയൊക്കെ തുറക്കുന്ന വൈപ്പറിന്റെ താഴത്തേക്കുള്ള ഭാഗമാണത്. പിന്നെ ജഗ് കാര്യങ്ങള്, അത് കട്ടിംഗ് ബോർഡാ. സ്കൂൾ ഐറ്റംസും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്കൂൾ ഐറ്റംസ് സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ പല പല കളറില്ലാത്ത എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ പാത്രങ്ങളുടെ വേറൊരു വെറൈറ്റി കലവറ ഐറ്റംസ്. ഇത് മറ്റേ നമ്മുടെ ജ്യൂസർ, ചെറിയ ടൈപ്പ് ജ്യൂസറാണത്. ഗ്ലാസ് ജഗ്, ഗ്ലാസ് അല്ലേ, പ്ലാസ്റ്റിക് കൊണ്ട് ഗ്ലാസ്സും ഉണ്ട് കേട്ടോ. കിച്ചൺ ഐറ്റംസ്, അതായത് ചട്ടകം, ഊട്ടക്കയിലി അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അതേ ചെറിയ ചെമ്പ്, ഇഡ്ഡലി ചെമ്പ്, ഇഡ്ഡലി പാത്രം നോക്കി ചെറുത് 3 വെച്ചുള്ള അല്ല, ചെറിയ ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ ചീനച്ചട്ടി, അലുമിനിയത്തിന്റെ ചീനച്ചട്ടി നോക്കി അല്ല. പിന്നെ ഇതേപോലത്തെ പാൻ ഐറ്റംസ് ഒക്കെ, നോൺ സ്റ്റിക്കിന്റെ ഒക്കെ പോലത്തെ പാൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അത്. പിന്നെ നമ്മുടെ ചോപ്പിംഗ് ബോർഡ് നോക്കി, ഷോപ്പിംഗ് ബോർഡ് ഇവിടെ പറഞ്ഞ സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാർ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ നോക്കിയത് നമ്മുടെ ഇടിയപ്പത്തിന്റെ പ്രസ്, രണ്ട് മറ്റേ കറക്കണുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ പാത്രങ്ങൾ, അതൊക്കെ സ്റ്റീൽ പാത്രങ്ങൾ, മറ്റേ ബിരിയാണി ഒക്കെ എടുക്കണ ബേസൻ കാര്യങ്ങൾ ഉണ്ടാ. അങ്ങനെ ഒരുപാട്. പിന്നെ എല്ലാത്തിലും വേറൊരു സാധനമുണ്ട്, നോക്കൂ. ഇങ്ങനെ കാണിക്കാൻ നോക്കേ. നമ്മുടെ ഇപ്പോൾ ഗ്യാസിനൊക്കെ ഒരുപാട് ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നോക്കി താഴത്ത് ഗ്യാസിന് വരെ മറ്റേ വിറകടപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചെറിയ അടപ്പുകൾ കാര്യങ്ങൾ വേണ്ട. മറ്റേ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കത്തിക്കൂലേ, അങ്ങനത്തെ
അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതെല്ലാം ചട്ടി, ചീനച്ചട്ടി, ചെറിയ ചെറിയ താളിക്കാൻ പറ്റിയ ടൈപ്പ്, ചെറിയ ചെറിയ താളിക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടി. കൊള്ളാം, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലോക്കൽ സംഭവമല്ല. അതെ അതെ. അതിന്റെ ചെറുതുണ്ട് ഇരുമ്പിന്റെ ചട്ടി, നമുക്ക് മറ്റേ ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ ടൈപ്പ് ഉണ്ണിയപ്പ ചട്ടി. പിന്നെ ദോശച്ചട്ടി, ദോശയൊക്കെ അടിക്കാൻ പറ്റിയ ദോശച്ചട്ടി. പിന്നെ ചിരവ ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ അതുണ്ട്. പിന്നെ മരം കട്ടിയണ, വാള് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒന്നും ഈ കട ചെറിയൊരു കടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത്തെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ വിളക്കൊക്കെ കത്തിക്കൂലേ, ആ സംഭവം. സ്റ്റാൻഡ്, മറ്റേ നമ്മുടെ കോർണർ സ്റ്റാൻഡ്, മറ്റേ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് അല്ല, അതെല്ലാം ക്ലോക്കാണ്, വാൾ ക്ലോക്കാണ് എല്ലാം. ബോക്സ് ഓക്കെ, കുഞ്ഞു ക്ലോക്ക്. വാൾ ക്ലോക്കൊക്കെ ചെറുതും വലുതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിം തന്നെ വേറെ, മറ്റേ വാളിലൊക്കെ തൂക്കാൻ പറ്റിയ ടൈപ്പ്. അത് ടേബിളിന്റെ മേലിടും. ടേബിളല്ല, വാഷിംഗ് മെഷീന്റെ കവറാണത്. വാഷിംഗ് മെഷീൻ കവറ്. പിന്നെ കട്ടിംഗ് ബോർഡ്, പിന്നെ അരിപ്പ കാര്യങ്ങള്. അപ്പോൾ ഈ കാരണം ഇത്രയും ഐറ്റംസ് എല്ലാം ഈ പറഞ്ഞ പോലെ 180 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഏതെടുത്താലും 150 രൂപ. അതേ ഷട്ടിൽ വരുന്ന വെറുതെ സമയത്ത് കൊതുക് വരുമ്പോൾ കൊതുകിന് ഓടിക്കാനുള്ള കൊതുക് പേറ്റി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മറന്നു പോകണ്ട. നമ്മുടെ പള്ളുരുത്തി പെട്രോൾ പമ്പ് കഴിഞ്ഞ് പോരുമ്പോഴത്തേക്കുള്ള SBI ബാങ്കിന്റെ തൊട്ടരിയിലുള്ള ഷോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.